ഒരു ഡിവൈഎഫ്ഐക്കാരനെ ദയവ് ചെയ്ത് നിങ്ങൾ തിരുത്താൻ നിൽക്കരുത്. ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇവരെ തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു കൊച്ചു വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയാം. പിണറായി വിജയന്റെ അപ്പി എടുത്ത് സ്വർണ്ണമാണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ജുവലറിയിൽ വിൽക്കാൻ ശ്രമിക്കുകയും ആ ജുവലറി ഇരിക്കുന്ന ഒരു മുതലാളി പറയുകയാണ് ഇത് സ്വർണ്ണമല്ല ഇത് അപ്പിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജുവലറിയുടെ മുതലാളിയെ അടിക്കുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ തിരുത്താൻ പോരുത്. അവനെ തിരുത്തിയിട്ട് കാര്യമില്ല. ഇതൊരു മാന്യമായ പരാമർശമാണോ മിസ്റ്റർ അഖിൽ മാരാർ? നിങ്ങൾ ഒരു കൂട്ടം യുവജനതയെ ആക്ഷേപിക്കുകയല്ലേ ചെയ്തത്? നോക്കൂ, താങ്കൾക്ക് കിട്ടിയ ഈ കയ്യടിക്ക് കാരണം ജനങ്ങളുടെ ഭരണവിരുദ്ധ വികാരം മാത്രമാണ്, അല്ലാതെ താങ്കളുടെ വാക്കുകളിലുള്ള വാല്യൂ കണ്ടിട്ടല്ല. എനിക്ക് ഡിവൈഎഫ്ഐ എന്ന പ്രസ്ഥാനത്തോട് ഒരു താല്പര്യവുമില്ല. അതിന്റെ പ്രധാന കാരണം ആ പ്രസ്ഥാനത്തിന്റെ അക്രമവാസനയാണ്. എന്തായാലും അതല്ല ഞാൻ പറയാൻ വന്നത്. ഡിവൈഎഫ്ഐ കേരളത്തിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമാണ്. നിങ്ങൾ നടത്തിയ ഈ പ്രസ്താവനയിൽ ഭൂരിപക്ഷം വരുന്ന യുവജനങ്ങളുണ്ട്. അവർ തെറ്റായ പാതയിലാണെങ്കിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് അവരെ അധിക്ഷേപിച്ചുകൊണ്ടല്ല. വളരെ മ്ലേച്ഛമായ വാക്കുകളാണ് താങ്കൾ അവർക്കെതിരെ പ്രയോഗിച്ചത്. നോക്കൂ, കോൺഗ്രസ് പാർട്ടിക്ക് ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ടാണ് ഭരണത്തിൽ വരാത്തത്. അതിന് കാരണം ജനങ്ങൾ അകന്നു എന്നാണ്. അവരെ വീണ്ടും കോൺഗ്രസിലേക്ക് സ്വാധീനിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഈ അകന്നവർ തന്നെയാണ് ഇന്ന് ഡിവൈഎഫ്ഐ പോലെയുള്ള സംഘടനകളിലും മറ്റ് ഇടത് പ്രസ്ഥാനങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുന്നത്. അവരെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന് പകരം ഇങ്ങനെ ആക്ഷേപിച്ചാൽ എന്ത് ഗുണമാണ് ഉണ്ടാവുക?